ഒരു നിലക്കും 3 ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ 2 ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല. ചർച്ചകൾ വന്നു, VS എടുത്ത നിലപാടുകൾ വന്നു. ആ VSനെ തരം താഴ്ത്താൻ CPMന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി. പിരപ്പൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി. ഇവിടെ പലതും ചർച്ചയായി. ഇന്നത്തെ പിണറായിസ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടിയായി. രാഷ്ട്രീയത്തില് പറയുന്ന VS മാറി എന്നതൊരു വസ്തുതയാണ്. ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള IDGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ നിന്നുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ഡ്രമ്മട്ടിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദചാമിയെ, അതാണ് ആ കഥ, ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യമല്ല. പിന്നെ ഡ്രമ്മിന്റെ കാര്യം, അതിപ്പോ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു. ഒരു നിലക്കും 3 ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ 2 ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല. ഒരാൾക്ക് പോയിട്ട് എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആൾക്ക് കയറാൻ കഴിയും? ഈ 3 ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും. മനുഷ്യ സാധ്യമല്ല. ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 10-15 കിലോ ആണ്. അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി വെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന തുണി, നമുക്കവിടെ ഹൈറ്റ് കൃത്യമായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാണ്. തുണികൾ കെട്ടി കമ്പി വേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു പറയും. ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി. സ്വാഭാവികമായിട്ടും 2 കൈയുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിൽ ഉപയോഗിച്ച് ഗോവിന്ദചാമി ഒന്ന് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ആ ഇതിലേക്ക് ചാടി കയറി. അപ്പൊ നമുക്ക് സ്വാഭാവികമായി തോന്നും, പിന്നെ എന്തിനാണ് ഗോവിന്ദസ്വാമിയെ പുറത്തേക്ക് പോയത്? അവിടെയാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രധാനമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന VSന്റെ മരണവും അതിനുശേഷമുണ്ടായ ചർച്ചകളും അതിൽ പങ്കെടുത്ത എന്താ പറയാ വലിയ സഞ്ചയം, കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയപ്പ് മരണത്തിന് അദ്ദേഹത്തിന് നൽകുകയും അത് കേരളത്തിലുടനീളം ചർച്ചയാകുമ്പോൾ ചെയ്യുമ്പോൾ അതിനെ വഴി തിരിച്ചുവിടാനുള്ള ഒരു നാടകത്തിനപ്പുറം ഇത് ഇങ്ങനെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്ന് പോലീസ് ഇപ്പൊ പറയുന്ന ഈ ഭാഷ്യം കൊണ്ട് ഒരാൾക്കും അത് ബോധ്യപ്പെടുന്നതല്ല.